ഞാൻ എൻ്റെ ഒരു ഗോള് എൻ്റെ നാട്ടിലുള്ള ഒരുത്തനോട് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു രാത്രി ഞാനും ഓനും ബിസിനസ് ഐഡിയാസ് കുറിച്ചും അതേപോലെ കണ്ടന്റ് ക്രിയേഷനെ കുറിച്ചൊക്കെ സംസാരിച്ചിരിക്കുന്നു. മെയിനായിട്ട് എത്ര ഫ്രീക്വൻസിയിൽ കണ്ടന്റ് ഇടണം, കണ്ടന്റ് ഇടുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം, അതിൻ്റെ സ്റ്റൈല് കാര്യങ്ങളൊക്കെ, ഏതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൂടുതൽ ട്രെൻഡായി നിൽക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണവർക്ക് അറിയുണ്ടാവും, ഞാൻ ആദ്യം വീഡിയോ ഇട്ട് തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഞാൻ അന്ന് ക്രിയേറ്റ് ചെയ്തിരുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഒരു വീഡിയോസ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് സർഫസ് ലെവൽ കണ്ടന്റുകളേനും. ഞാൻ ജിമ്മിൽ പോണ വീഡിയോസ്, അതേപോലെ ഓടാൻ പോകുമ്പോഴുള്ള വീഡിയോസ് ഞാൻ എടുത്തേക്കും. എന്നിട്ട് അങ്ങനത്തെ ബി റോൾ ഷോട്ടുകൾ എന്ന് അതിന് പറയാം, ചെറിയ ചെറിയ വീഡിയോസുകൾ. എന്നിട്ട് അങ്ങനത്തെ വീഡിയോസുകൾ കൂട്ടിയിട്ട് ഒരു പാട്ടൊക്കെ വെച്ചാണ്ട് മോട്ടിവേഷണൽ ആയിട്ടുള്ള വീഡിയോസ്, ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നത്. പിന്നീട് എനിക്ക് ഇങ്ങനെ തോന്നിയത് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ രീതിയിലുള്ള കണ്ടന്റിലേക്ക് വരണം, ഇങ്ങനത്തെ കൂടുതൽ ആൾക്കാർക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന. മറ്റേ കണ്ടന്റ് ജസ്റ്റ് ഒരു പാട്ട്, ജസ്റ്റ് ഒരു മോട്ടിവേഷൻ, ഒരു ക്വിക്ക് ഹൈപ്പ് കിട്ടുക എന്നല്ലാതെ, ഒരു ക്വിക്ക് ബേസ്റ്റ് ഓഫ് മോട്ടിവേഷൻ കിട്ടുക എന്നല്ലാതെ ആക്ച്വൽ വാല്യൂ അതിൻ്റെ ഉള്ളിൽ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നി. ഒരുപാട് ആൾക്കാർ അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു, പക്ഷെ ജെനുവിൻലി അത്ര ഹെൽപ്ഫുൾ ആയ കണ്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എന്ത് ചെയ്ത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത്, അതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ അത് ഞാൻ ഓനോട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഷോർട്ട് ഫോം കണ്ടന്റിൽ നിന്ന് കുറച്ചുകൂടി ഒരു ബ്രെയിൻ റോട്ട് കണ്ടന്റിൽ നിന്ന് ഒന്നുകൂടി ഇൻ്റലക്ച്വൽ രീതിയിലുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള കണ്ടന്റിലേക്ക് മാറണം എന്ന് പറഞ്ഞപ്പോൾ ഓനോട് ചോദിച്ചു, ആദ്യം ഈ ഒരു ഇൻ്റലക്ച്വൽ ഗൈ അതിൻ്റെ ശേഷം അങ്ങനത്തെ കണ്ടന്റ് ഉണ്ടാക്കിയാൽ പോരെ ചോദിച്ചു. അപ്പോൾ അന്ന് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5K സബ്സ്ക്രൈബേഴ്സ് ഒന്നും എത്തിയിട്ടില്ല, അതിൻ്റെ സ്റ്റാർട്ടിങ് ലെവലിലാണ്. ഞാൻ ഡെയിലി ഇങ്ങനെ വീഡിയോ ഇട്ട് പോകുന്ന ലെവലിലാണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇട്ടുണ്ട്, വീഡിയോസിന് കുഴപ്പമില്ലാത്ത വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെ. പക്ഷെ ഓൻ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നീട് ഞാൻ ഇന്നെ തന്നെ ഡൗട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ ഇനി ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് ശരിക്കും വാല്യുബിൾ ആവുമോ, എൻ്റെ ഈ ഒരു അറിവ് പോരെ, ഞാൻ ആക്ച്വലി ഇൻ്റലക്ച്വൽ നല്ലൊരു അറിവുള്ള ആളാവണോ, എന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയാൽ മതിയോ എന്നുള്ളൊക്കെ ഒരു ചിന്ത എനിക്ക് വന്നു. അപ്പോൾ ഇതേപോലെയുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളെ ഗോൾസ് നിങ്ങൾ വേറെല്ലോട് ഷെയർ ചെയ്തപ്പോൾ ചില ആൾക്കാർ ഇതുപോലെ അഡ്വൈസോ അല്ലെങ്കിൽ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരിക്ക് ഈ ഒരു സിറ്റുവേഷനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ ആക്ച്വലി മസിലൊക്കെ ഉണ്ടായി നല്ല ബോഡി വന്നിട്ടാണോ നമ്മൾ ജിമ്മിക്ക് പോവുക? നമ്മൾ ഭയങ്കര ബുദ്ധിയുള്ള ആളായതിൻ്റെ ശേഷമാണോ നമ്മൾ ബുക്ക് വായിക്കാൻ തുടങ്ങുക? നമുക്ക് ക്യാമറേൻ്റെ മുമ്പിൽ അടിപൊളിയെ കണ്ട് സംസാരിക്കാൻ കഴിയും എന്നിട്ടാണോ നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുക? അല്ലല്ലോ. നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ നമുക്ക് കഴിവ് കുറവായിരിക്കും, സ്കില്ല് കുറവായിരിക്കും. പിന്നെ നമ്മളത് ചെയ്യുന്നതോടെയല്ലേ നമ്മൾ ഇമ്പ്രൂവ് ആവുക, അതിലൂടെ അല്ലേ നമ്മൾ സ്കില്ല് കൂടുക. ജിമ്മിൽ പോയിട്ടല്ലേ നമ്മൾ ബോഡി ഉണ്ടാക്കുക, കണ്ടന്റ് ഉണ്ടാക്കിയാണ്ടല്ലേ നമ്മൾ ബെറ്റർ ആവുക. ബുക്ക് വായിച്ചിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റലക്ച്വലി ഒന്നും കൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ അറിവ് കൂട്ടുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവൻ പറഞ്ഞത്, ഒരു ഇൻ്റലക്ച്വൽ ഗൈ അതിൻ്റെ ശേഷം കണ്ടന്റ് ഉണ്ടാക്കിക്കൂടെ എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചാൽ അത് മണ്ടത്തരാണ്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു റിയൽ ടൈം കോൺവെർസേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഡൗട്ട് വരാൻ അത് ധാരാളം മതി. നമ്മുടെ ഗോൾസ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെക്കാൻ മെയിനായിട്ട് 2 റീസൺസ് ഉണ്ട്. ഒന്നാമത്തത് ഇൻറ്റേർണൽ റീസൺസ് ആണ്, രണ്ടാമത്തത് എക്സ്റ്റേണൽ റീസൺസ് ആണ്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ റീസണിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇൻറ്റേർണൽ റീസൺ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു ഫ്രണ്ട്, ജനുവരി 1-ാം തീയതി ആകുമ്പോൾ ഞാൻ ഇനി ഭയങ്കര ഒരു ഫിറ്റ്നസ് ട്രാൻസ്ഫോർമേഷൻ നടത്തും. ഒരു ഫാറ്റ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 6 പാക്കൊക്കെ വന്ന് ഭയങ്കര ലീനായിട്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ഞാൻ മാറും. ഞാൻ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കും, എൻ്റെ ഗ്രേഡ്സൊക്കെ മോൾക്ക് പോകും, ഞാൻ അതാവും ഇതാവും, ബുക്ക് വായിച്ചും ഇങ്ങനെ ആവും അങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നീട് ആ ഒരു പീരീഡാണ് കഴിയുമ്പോൾ ദേ വിൽ ഡു നത്തിങ്. ഒരു തേങ്ങയും ചെയ്തിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ സ്കൂളിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വർക്ക് പ്ലേസിലാണെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ആ ഒരു സംഭവം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഓരെന്താ പറയുക വെച്ചാൽ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, ആ ഒരു സമയത്ത് കുറച്ച് ഫാമിലി ഇവൻസും കാര്യങ്ങളൊക്കെ വന്നു, കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ഞാൻ അപ്പോൾ ഒരു ബിസി ആയിരുന്നു, ഇങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവും. മേ ബി യു ആർ ആൾസോ ഡൂയിങ് ദ സെയിം തിങ്. ഇതെന്താ സംഭവം എന്നറിയോ? ദിസ് ഈസ് കാൾഡ് മെൻ്റൽ മാസ്റ്റർബേഷൻ. നമ്മൾ നമ്മുടെ ഗോൾസിനെ കുറിച്ച്, നമ്മുടെ പ്ലാൻസിനെ കുറിച്ചൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഗ്രേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. എനിക്കൊരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു സയൻറ്റിസ്റ്റ് ആവണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് കണ്ടുപിടിച്ചണം, അല്ലെങ്കിൽ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. യൂട്യൂബ് ചാനൽ മേ ബി അത്ര ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതലും നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാർ, ഇപ്പോൾ നമ്മളെ കുടുംബക്കാരാണെങ്കിലും നമ്മളെ വീട്ടുകാരാണെന്നുണ്ടെങ്കിലും നമ്മളെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഒരു 80% ആൾക്കാരൊക്കെ നമുക്ക് പോസിറ്റീവ് റിപ്ലൈ അല്ലേ തരിക. എല്ലാവരും ഒന്നും ഇപ്പോൾ നമ്മളെ എന്ത് ചെയ്യില്ല പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല, ആ രീതിയിലൊന്നും പറയില്ല.
ഒരു 80-70% ആൾക്കാരൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കും, പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് തരും. അത് ആക്ച്വലി നല്ല കാര്യമല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞുതരാം, ഒരു സംഭവമുണ്ട്. ഈ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കിട്ടുമ്പോൾ നമുക്ക് ആക്ച്വലി ആ ഗോൾസ് നമ്മൾ ഷെയർ ചെയ്തു, നമ്മൾ ഓരോട് പറഞ്ഞു ആ ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടേണ്ട റിവാർഡ് സിസ്റ്റം, അല്ലെങ്കിൽ ആ അച്ചീവ് ചെയ്യുമ്പോൾ ആക്ടിവേറ്റ് ആവേണ്ട റിവാർഡ് സിസ്റ്റം, അതുപോലെ നമുക്ക് വരേണ്ട മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഹാപ്പിനെസ്, അതിൻ്റെ ഒരു പോർഷൻ, എല്ലാം ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ ആ ഷെയർ ചെയ്യുമ്പോൾ കിട്ടും. അപ്പം എന്താ ഉണ്ടാവുക? അപ്പോൾ ആ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിലൂടെ ഡോപ്പമിൻ കിട്ടി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുക എന്താ വെച്ചാൽ നമ്മൾ ആ ആക്ച്വൽ ഗോളിനെ പെർസ്യൂ ചെയ്യാനുള്ള ചാൻസ് കുറയും, പ്രോബബിലിറ്റി കുറയും. അവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ ബോഡി മനസ്സിലാക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാക്കുകയാണ് നമ്മൾ മറ്റുള്ളവരോട് നമ്മളെ ഗോൾസിനെ കുറിച്ചും പ്ലാൻസിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റിവാർഡ് സിസ്റ്റംസ് ആക്ടിവേറ്റ് ആവുന്നുണ്ട്, നമുക്ക് സന്തോഷം, ഹാപ്പിനെസ്, ഡോപ്പമീന് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. രണ്ടാമത്തത്, ആക്ച്വലി ഹാർഡായിട്ടുള്ള ഗോളുകൾ പെർസ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല റിവാർഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഈ രണ്ട് കാര്യം മനസ്സിലാക്കിയ ബോഡി എന്താ ചെയ്യാം? ഇറ്റ് വോണ്ട് പെർസ്യൂ ദ ഗോൾ, ഇറ്റ് വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. ദാറ്റ്സ് വൈ ദീസ് ടോക്കേഴ്സ് ആർ ഡൂയിങ് നത്തിങ്. നമ്മുടെ ഉള്ളിലുള്ള എനർജിയും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും അതിനാണ് കൊടുക്കേണ്ടത്, ആ ഒരു ഗോൾ പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ആ എനർജി ആ ഒരു ഗോളിലേക്ക് പോണതിൻ്റെ പകരം ഡൈവേർട്ടായിട്ട് എങ്ങോട്ടാണ് പോണത്? നമ്മൾ ആ വർത്താനം പറയുമ്പോൾ, നമ്മൾ ആ ഗോൾസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലേക്കാണ് പോണത്. അവിടെയാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. നമ്മളെ എനർജി ഫുള്ള് അതിലേക്ക് യൂസ് ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് നമ്മളെ ആക്ച്വൽ ഗോൾ പെർസ്യൂ ചെയ്യാനുള്ള എനർജി ഇല്ല. ഞാൻ എൻ്റെ മൈൻഡിൽ എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഡു നോട്ട് ലിസൺ ടു വാട്ട് ദേ ആർ ടോക്കിംഗ് അബൌട്ട്, ലുക്ക് അറ്റ് വാട്ട് ദേ ആർ ഡൂയിങ്. വാല്യൂ ആക്ഷൻ ഓവർ വേർഡ്സ്. ഞാൻ ഇപ്പോൾ ഒരു ബുക്ക് എഴുതാൻ പോവാണ് വിചാരിച്ചോ, ഞാൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകണുള്ളൂ. സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചൊരു ബുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഓരോ ഏരിയാസും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ബുക്ക്, നോൺ ഫിക്ഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സിനാനെ, ഞാൻ ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇത് കഴിഞ്ഞാൽ എന്തായാലും വായിച്ചണേ. ഷാന, ഞാൻ ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇത് കഴിഞ്ഞാൽ എന്തായാലും വായിച്ചണം, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചാണ്. അശ്മിലെ, ഞാൻ ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് എന്തായാലും എനിക്ക് ഉപകാരപ്പെടും, എന്തായാലും വായിച്ചണം കേട്ടോ. സഫ്വാനെ, ഞാൻ ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചാണ്, ജിമ്മിലൊക്കെ പോകണമല്ലേ, എനിക്ക് എന്തായാലും ഉപകാരപ്പെടും. ഈ രീതിയിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും പോണ്? പ്രോബബ്ലി ഐ വോണ്ട് റൈറ്റ് ദ ബുക്ക്. കാരണം എനിക്ക് അപ്പം തന്നെ എല്ലാ ഡോപ്പമിനും കിട്ടിയിട്ടുണ്ടാവും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനും ഇതേ മിസ്റ്റേക്ക്, ഇപ്പോൾ പറഞ്ഞ ഈ മിസ്റ്റേക്ക് വരുത്തിയിരുന്നു. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത് ഇന്നലെ ലോഞ്ച് ചെയ്തപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഔട്ട്ലേഴ്സ് ക്ലബ്ബ് എന്നുള്ള പേരിൽ മെമ്പേഴ്സ് ഓൺലി കണ്ടന്റ് കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ ഇൻകോലേറ്റും ചാറ്റ് ചെയ്യാനും ഓൾക്ക് അങ്ങോട്ട് കണ്ട് ചാറ്റ് ചെയ്യാനും ഒരു കമ്മ്യൂണിറ്റി, അതുപോലെ ലൈവ് സെഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടൊരു കമ്മ്യൂണിറ്റി ലോഞ്ച് ചെയ്തത് നമ്മൾ മുമ്പ് അതിൻ്റെ പേര് ഇഷാംസ് ട്രൈബ് ചെയ്യുന്നു. ഇപ്പോൾ ഔട്ട്ലേയേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പ്ലാറ്റ്ഫോമിൽ, ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി പുതിയൊരു പ്ലാറ്റ്ഫോമിലായിട്ട് ലോഞ്ച് ചെയ്തതിന്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിന്, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഔട്ട്ലേയേഴ്സ് ക്ലബ്ബിന് മുമ്പ് ഇഷാംസ് ട്രൈബ് ആയിരുന്ന സമയത്ത് സ്കൂൾ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലായിരുന്നു ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങുന്നതിന് മുമ്പ് ഏകദേശം 1-2 മാസം മുമ്പ് തന്നെ ഞാനിത് തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാണ്ട് ഇൻസ്റ്റഗ്രാമിൽ അനൗൺസ് ചെയ്തു. ഇന്ന പ്രശ്നമുള്ള ആൾക്കാർ, അതുപോലെ നമ്മളെ സെൽഫ് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യാൻ, അതുപോലെ ഈ ഒരു പല പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്ന ഈ ഒരു യൂത്ത് ഉണ്ടല്ലോ, അപ്പോൾ ഈ യങ്സ്റ്റേഴ്സിന് കുറച്ചൊരു ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഒരുപാട് കോഴ്സുകളും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി ഞാൻ ബിൽഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു, അതുപോലെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അത് ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകൾ കിട്ടി. DM ഒക്കെ ഇങ്ങനെ വന്നു, ലെറ്റ്സ് ഗോ ബ്രോ, ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അത് യൂട്യൂബിൽ നിന്നും കിട്ടി, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും കിട്ടി. അപ്പോൾ അത് ആലോചിച്ച് നോക്കണം, ഞാൻ എൻ്റെ ഗോള് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആൾക്കാരോട് ഷെയർ ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് കിട്ടി. അവിടെ എന്താ ഉണ്ടായത്? ഏകദേശം 1 അല്ലെങ്കിൽ 1.5 മാസത്തോളം ഞാൻ എന്ത് ചെയ്തു? ആ കമ്മ്യൂണിറ്റി തുടങ്ങുന്നത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തു. ഞാൻ ആക്ഷൻ എടുക്കണില്ല. കാരണം എന്താ? ഇത് നേരത്തെ പറഞ്ഞ അതേ സംഭവമാണ്. ഞാൻ കമ്മ്യൂണിറ്റി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരോടും ഷെയർ ചെയ്തു, വിളിച്ചു പറഞ്ഞു ഞാൻ തുടങ്ങാൻ പോവുകയാണെന്ന്. അപ്പോൾ എനിക്ക് എല്ലാവരും എന്ത് ചെയ്തു? പോസിറ്റീവ് റിയാക്ഷൻ തന്നു. അപ്പോൾ ആ ഒരു സന്തോഷം അപ്പം കിട്ടി. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തു. ഞാൻ ഒരിക്കലും ചെയ്യാതെ നിന്നിട്ടൊന്നുമില്ല, ആ ലെവലൊക്കെ എന്നോ കഴിഞ്ഞാണ്. പക്ഷെ ആ ഒരു ആക്ഷൻ ഒരുപാട് ഡിലേ ആയി. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ റീസണാണ് പറഞ്ഞത്, ഇൻറ്റേർണൽ റീസൺ. രണ്ടാമത്തത് എക്സ്റ്റേണൽ റീസൺ എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റ് പറഞ്ഞ സ്റ്റോറി ഉണ്ടല്ലോ, എൻ്റെ ഗോൾ ഞാൻ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ ഡൗട്ട് ഉണ്ടായി എന്നുള്ളത്, ആ സംഭവമാണ്. അതതിനൊരു എക്സാമ്പിളാണ്. നമ്മളെ ഗോൾസ് പുറത്തുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 70-80% ആൾക്കാരും നല്ല രീതിയിലാണ് ആ ഗോൾസിനെ കുറിച്ച് സംസാരിക്കുക. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കിട്ടാം. കുറച്ച് ആൾക്കാരൊക്കെ അത് വർക്ക് ചെയ്യൂല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കേട്ടോ, അതിനൊരു കറക്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞാണ്, ജസ്റ്റ് പറഞ്ഞാണ്. കുറച്ച് ആൾക്കാരൊക്കെ നമ്മളോട് എന്ത് ചെയ്യുള്ളൂ? അത് വർക്ക് ചെയ്യൂല, അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് പറയുള്ളൂ. ഈവൻ ഈ പോസിറ്റീവ് പറയണ പോലാണെങ്കിൽ ഈ നെഗറ്റീവ് പറയണ പോലാണെന്നുണ്ടെങ്കിലും നമ്മളെ ഗോൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഈ ഒരു കൂട്ടത്തിൽ
പുറത്തുള്ള ആൾക്കാർ ഇതിൽ അൺക്വാളിഫൈഡ് അഡ്വൈസേഴ്സ് ഉണ്ടാവും, അതുപോലെ ഡൗട്ട് ഗീവേഴ്സ് ഉണ്ടാവും, അതുപോലെ എൻവിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ പല പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഞാൻ ഒരു 3 എക്സാമ്പിളായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ഡൗട്ട് ഗീവേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓല് ഒരിക്കലും നമ്മളെ ഗോളിനെ എതിർത്ത് പറയുന്നില്ല, പക്ഷെ ഓല് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ സക്സസ് ആവാൻ പറ്റുമോ? അങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് ആദ്യം ഇൻ്റലക്ച്വൽ ആയിട്ടല്ലേ പിന്നെ അങ്ങനത്തെ വീഡിയോ ഇട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഉള്ളിൽ ചെറിയ ഡൗട്ടുകൾ ഉണ്ടാക്കുന്ന ആൾക്കാർ. അതുപോലെ എൻവി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. എൻവി ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലൊരു അസൂയ ഉണ്ടാവും നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതിന്, പുറത്ത് ചിലപ്പോൾ അത് കാണിക്കൂല. ഇങ്ങനത്തെ ടൈപ്പ് ആൾക്കാരുണ്ടാവും. അൺക്വാളിഫൈഡ് അഡ്വൈസേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഫീൽഡിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, ഫാറ്റ് ആയിട്ടുള്ള ഒരാൾ, അയാളോട് ഞാൻ പറയാണ്, ഞാൻ ഒരു ഫിറ്റ് ആയിട്ടുള്ള ആളാണ് വിചാരിച്ചോ, ഞാൻ ഫിറ്റ് ആയിട്ടുള്ള ആളാണ് കേട്ടോ, ഞാനിങ്ങനെ ഒരു സംഭവം തുടങ്ങുന്നുണ്ട്, ഒരു പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്, 1-on-1 കോച്ചിങ് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് തുടങ്ങുന്നുണ്ട് പറഞ്ഞപ്പോൾ ഈ ഫാറ്റ് ആയിട്ടുള്ള ആൾ എനിക്കൊരു അഡ്വൈസ് തന്നു കഴിഞ്ഞാൽ, ഫിറ്റ്നസിനെ കുറിച്ചുള്ള അഡ്വൈസ് തന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇതാണ് അൺക്വാളിഫൈഡ് അഡ്വൈസേഴ്സ്. കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ നമ്മൾ ഓരോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളോട് പറയുന്നത് ഇന്ന് ഡെയിലി വീഡിയോ ഇട്ടോ, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ഇട്ടോ, എനിക്ക് എന്താ ഇങ്ങനെ വീഡിയോ ഇട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇട്ടോ പറഞ്ഞാണ്ട് പല അഡ്വൈസും തരും. അപ്പോൾ ഇതാണ് അൺക്വാളിഫൈഡ് അഡ്വൈസേഴ്സ്. അപ്പോൾ നമ്മൾ വേറെ ഉള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ പല സംഭവങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് പറഞ്ഞാൽ എന്താ, ഷെയർ ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും, വാട്ട് അബൌട്ട് അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സ് എല്ലാവരും പുഷ് ചെയ്യുന്ന സംഭവമാണുള്ളത്. യെസ്, അക്കൗണ്ടബിലിറ്റി നല്ലതാണ്. നമുക്ക് ഒരാൾ നമ്മൾ ബാഡ് ഹാബിറ്റിലേക്ക് സ്ലിപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ക്യാച്ച് ചെയ്യാനുണ്ട്. നമ്മൾ മര്യാദക്ക് ലെവലപ്പ് ആവാത്ത സമയത്ത് ഡൗണിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മളോട് പറഞ്ഞാണ്ട് നമ്മളെ ചലഞ്ച് ചെയ്താണ്ട് നമ്മളെ മുകളിൽ കൊണ്ടുപോകുന്ന ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ 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 നല്ലതാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ആരോട് ഷെയർ ചെയ്യേണ്ടതെന്നല്ല പറഞ്ഞത്. വെൻ യു ആർ ഷെയറിങ് യുവർ ഗോൾസ് ഓർ പ്ലാൻസ്, ചൂസ് ദ റൈറ്റ് പീപ്പിൾ കെയർഫുള്ളി. ഈവൻ റൈറ്റ് പീപ്പിൾ ആണെങ്കിൽ പോലും എല്ലാം ഷെയർ ചെയ്യുമ്പോൾ ചിന്തിച്ചിട്ട് വേണം ഷെയർ ചെയ്യാൻ. ഓക്കെ, നമുക്കറിയാമല്ലോ ആ പേഴ്സൺ എങ്ങനത്തെ പേഴ്സൺ ആണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഷെയർ ചെയ്യാൻ. ഇപ്പോൾ ഒരുത്തന്നെ നമ്മളെ ജെനുവിൻലി നമ്മുടെ അടുത്ത് ഒന്നുമില്ലാത്ത സമയത്ത് പോലും നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നത്, നമ്മളടുത്ത് ഒക്കെ ഉള്ളപ്പോഴും ഓല് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരല്ല, ഉള്ള പോലെ പറയും. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനോ ഫ്ലഫ് പറയാനോ ഇത് അടിപൊളിയാണ് അങ്ങനെ പുകഴ്ത്താനൊന്നല്ല, ഉള്ള പോലെ പറയും. എന്തെങ്കിലും മോശമാണെന്നുണ്ടെങ്കിൽ അത് രസമല്ല എന്നും പറയും, അത് രസം ഉണ്ടെന്നുണ്ടെങ്കിൽ രസം ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരായിക്കോട്ടെ നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഫൈൻ, നമുക്ക് ഓരോട് ഷെയർ ചെയ്യാം. പക്ഷെ ഈ ലോകത്തോട് മൊത്തം വിളിച്ച് പറയുന്ന രീതി, സാധാ ആൾക്കാരെ പോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ടാണ്ട് ലോകത്തെ മൊത്തം അറിയിക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടാണ്ട് എല്ലാവരെയും അറിയിക്കുന്ന രീതി, ആ ഒരു ആക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഐഡിയാസ് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ മെൻറ്റേഴ്സിനോട് നമ്മൾ ഡൗട്ടുകൾ ചോദിക്കുക, ഇതൊന്നും ചെയ്യരുതെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആ ഒരു കണ്ടക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി റിലേറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇതിനും ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് എൻ്റെ അമ്മ. ഇപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും സംഭവം പറയുകയാണ്, യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഞാൻ CA പാസ്സാവും, അല്ലെങ്കിൽ എനിക്ക് ഇത്ര മാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എനിക്ക് ഇത്ര ഉണ്ടാവും, ഇന്ന ഗ്രേറ്റ് ആയിട്ടുള്ള സംഭവം ഞാൻ ചെയ്യും, അങ്ങോട്ട് പോകും എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഇന്നെപ്പോഴും ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുള്ളൂ. അതൊരു വലിയൊരു മൈൻഡ് തരൂല. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്നുള്ള രീതിയിൽ, അല്ലാണ്ടെങ്കിൽ അത് നടക്കുമോ വല്ലതും ഉണ്ടാക്കുമോ എന്നുള്ള രീതിയിൽ ആ സംസാരിക്കുക, നെഗറ്റീവായിട്ടുള്ള രീതിയിൽ. പക്ഷെ അവിടെ ആക്ച്വലി അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ പറയുമ്പോഴാണ് എനിക്കത് ചെയ്യാൻ കൂടുതൽ വാശിയുണ്ടാണ്. അതിന് പകരം യൂട്യൂബ് ചാനൽ തുടങ്ങാം, അടിപൊളി, എന്തായാലും വളരെ കേട്ടോ, നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം എന്നുള്ള രീതിയിലാണ് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പോസിറ്റീവ് ആ ഒരു ഡോപ്പമിൻ കിട്ടിയിട്ടുണ്ടാവും. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്, ദാറ്റ്സ് എ ഗ്രേറ്റ്, ഒരു അടിപൊളി ക്വാളിറ്റിയാണ് ഒരാളെ മറ്റുള്ള ആളെ പുഷ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അങ്ങനത്തെ ആൾക്കാരെ വളരെ റെയറായിട്ട് നമ്മളെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഐ വിൽ ടെൽ യു. മേക്ക് എ പ്ലാൻ, സ്റ്റാർട്ട് ഡൂയിങ് ദ വർക്ക് വെൻ എവരി വൺ ഈസ് വാച്ചിങ്, ആൾസോ വർക്ക് വെൻ നോ വൺ ഈസ് വാച്ചിങ്. ഇതാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കി തരാം. ഇതാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ലൈഫിൽ റിസൾട്ട് ഉണ്ടാക്കി തരാം. ഡു നോട്ട് ഷെയർ എവറിത്തിങ് ബിഫോർ ദ ബിഗിനിങ്. അപ്പോൾ എന്താ ഉണ്ടാവുക, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രീഡം ഉണ്ടാവും. നിങ്ങളുടെ ഗോള് ചിലപ്പോൾ അതിൽ ചില എന്താ പറയുക അൺസെർട്ടൈൻ ഇവൻറ്റുകൾ സംഭവിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും മാറ്റേണ്ടി വരും. അങ്ങോട്ട് പോകാന്നുള്ള ചിലപ്പോൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇന്ന രീതിയിലായിരിക്കും നമ്മളെ കണ്ടന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അത് നമുക്ക് മാറ്റേണ്ടി വരും. നമുക്കൊരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും, അത് ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ല. നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഓൾറെഡി എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചുകൊണ്ട് അത് നടന്നിട്ടില്ലെങ്കിൽ ഓല് ഇങ്ങനെ ചോദിക്കും, ശ്യാമ എന്തായി ബുക്ക് ചെയ്തിയോ, ശ്യാമ ബുക്ക് ചെയ്യാനായോ, ശ്യാമ ആ രീതിയിൽ ചോദിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആ ഒരു ക്രിട്ടിസൈസിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഒന്ന് പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളും. സോ ബിൽഡ് ഇൻ സൈലൻസ്,
നിങ്ങൾ ആരെയാണ് ഇംപ്രസ് ചെയ്യേണ്ടത്? നിങ്ങളെ തന്നെയാണ് ഇംപ്രസ് ചെയ്യേണ്ടത്. ഇംപ്രസ് യുവർ സെൽഫ് ബൈ ഡൂയിങ് ദ വർക്ക്. അങ്ങനെ സൈലൻസിൽ ബിൽഡ് ചെയ്യുമ്പോൾ ദേ വിൽ നെവർ സീ യു കമ്മിങ്. സോ റിമെമ്പർ വൺ തിങ്, റിസൾട്ട്സ് ആർ ഓൾവേസ് louder than words. I hope this video is helpful for you guys. See you in the next video.